പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആമേൻ. ലൂക്കോസ് 7-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കരയുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയും. ശീമോൻ അവളെ ഒരു പാപിനിയായി കണ്ടു. എന്നാൽ യേശു അവളെ തകർന്ന ഹൃദയമുള്ളവളായി കണ്ടു. ശീമോൻ അവളുടെ പാപങ്ങളെ എണ്ണി. യേശു അവളുടെ കണ്ണുനീർ വായിച്ചു. അതുകൊണ്ടാണ് ശീമോനെ, നീ ഈ സ്ത്രീയെ കാണുന്നുവോ എന്ന് കർത്താവ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ അത് ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ചോദ്യം മാത്രമായിരുന്നില്ല. മനുഷ്യരെ മുൻവിധിയോടെ കാണുന്ന നമ്മുടെ വികല മനോഭാവത്തെപ്പറ്റിയുള്ള ഒരു ചോദ്യം കൂടിയായിരുന്നു. നമ്മുടെ പല മനോവേദനകളും സംഭവങ്ങളിൽ നിന്നല്ല, സംഭവങ്ങൾക്ക് നാം കൊടുക്കുന്ന അർത്ഥങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരാൾ നമ്മെ അവഗണിച്ചാൽ എന്നെ വില കുറച്ച് കണ്ടു എന്ന് നാം കരുതാറുണ്ട്. ഒരാൾ നമ്മെ അപമാനിച്ചാൽ നാം അപമാനിതനായി എന്നോർത്ത് വിഷമിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന പെരുമാറ്റം അവരുടെ ഉള്ളിലെ മുറിവുകളുടെ ഭാഷയാണ്. സന്തുഷ്ടരും ആന്തരിക സമാധാനം അനുഭവിക്കുന്നവരും സാധാരണയായി മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് ചിലരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അപമാനങ്ങൾ നമ്മുടെ പോരായ്മകളല്ല, അവരുടെ ഉള്ളിലെ അസ്വസ്ഥതയാണ് വെളിപ്പെടുത്തുന്നത്. തന്നെ വിമർശിച്ചവരോട് ഈ ഉൾക്കാഴ്ചയോടെയാണ് കർത്താവ് എപ്പോഴും പ്രതികരിച്ചത്. അതിനുള്ള ആന്തരിക ശക്തി ക്രിസ്തുവിനുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിൻ്റെ പ്രശംസയിലും വിമർശനത്തിലും ആടി ഉലയുന്നതായിരുന്നില്ല കർത്താവിൻ്റെ വ്യക്തിത്വം. അതുകൊണ്ടാണ് കള്ളസാക്ഷികളുടെ കുറ്റാരോപണങ്ങളും പരിഹാസങ്ങളും നേരിട്ടപ്പോൾ ക്രിസ്തു പലപ്പോഴും മൗനം പാലിച്ചത്. ആ മൗനം ബലഹീനതയായിരുന്നില്ല. എല്ലാ ആക്രമണങ്ങൾക്കും മറുപടി പറയേണ്ടതില്ല എന്ന ആത്മീയ പക്വതയായിരുന്നു ക്രിസ്തുവിൻ്റെ മൗനം. സ്വന്തം മൂല്യം ദൈവത്തിൽ ഉറപ്പിച്ച ഒരാൾക്ക് മറ്റുള്ളവരുടെ പൊള്ളയായ വിമർശനങ്ങളെ ന്യായവാദങ്ങൾ നിരത്തി പ്രതിരോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ മേൽ വന്നു വീഴുന്ന ദുരാരോപണങ്ങളുടെ ഓരോ കല്ലുകൾക്കും മറുപടി പറയേണ്ട ബാധ്യത നമുക്കില്ല. മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഇത് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് വിത്ത് കമ്പാഷൻ, അനുകമ്പയോടുകൂടിയ വൈകാരിക അകൽച്ചയാണ്. മറ്റൊരാളുടെ വിഷലിപ്ത ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കലാണ്. ജീവിതത്തിൽ മുറിവേൽപ്പിക്കുന്നവരെ നമുക്ക് തീർച്ചയായും അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ അത് നമ്മുടെ വൈകാരിക ബാധ്യതയാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ എന്നെ അപമാനിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം അയാൾ തൻ്റെ വേദനയുടെ ഭാഷ സംസാരിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് വളരുകയാണ് വേണ്ടത്.
അനാവശ്യമായ പ്രതികരണങ്ങളും ഏറ്റുമുട്ടലുകളുമൊക്കെ ഒഴിവാക്കുവാൻ തീർച്ചയായും ഈ ഉൾക്കാഴ്ച നമുക്ക് സഹായകമാകും. ഈ സമീപനം അത്ര എളുപ്പമൊന്നുമല്ല. അതിന് വളരെ പ്രാർത്ഥനയും ആത്മീയ ഒരുക്കവും പരിശുദ്ധാത്മാ കൃപയുമൊക്കെ ആവശ്യമാണ്. ആളുകളുടെ നിഷേധാത്മകമായ പെരുമാറ്റത്തിന് പിന്നിലെ അവരുടെ മുറിവുകൾ കാണാൻ കഴിയുന്നത് ആത്മീയ വളർച്ചയുടെയും പക്വതയുടെയുമൊക്കെ അടയാളമാണ്. വിധികർത്താക്കളാകാതെ സൗഖ്യദായകരാകാൻ ആ തിരിച്ചറിവ് നമ്മെ സഹായിക്കും. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ശത്രു എന്നതിനേക്കാൾ സൗഖ്യം ലഭിക്കാത്ത, കുറ്റബോധത്തിലും നഷ്ടബോധത്തിലും മുറിവേറ്റ ഒരാത്മാവായിരിക്കും. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുമ്പോൾ പ്രതികാരത്തിൻ്റെ കോളിളക്കത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം മോചിതമാകും. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന ക്രൂശിലെ പ്രാർത്ഥന നമുക്ക് ആന്തരിക സൗഖ്യം നൽകും. കാൽവരിയിൽ 2 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വശത്ത് മുറിവേൽക്കുകയും അപമാനിക്കപ്പെടുകയും അന്യായം സഹിക്കുകയും ചെയ്യുന്ന സഹനനായകനായ യേശു കർത്താവ്. മറുവശത്ത് വെറുപ്പും അഹങ്കാരവും അജ്ഞതയും കൊണ്ട് ജയിച്ചു എന്ന് കരുതുന്ന മതനേതാക്കൾ, പരിഹസിച്ച ജനക്കൂട്ടം, ക്രൂശിച്ച സൈനികർ എന്നിവർ ഉൾപ്പെടുന്ന വിജയനായകന്മാർ. എന്നാൽ യഥാർത്ഥ ജയം മുറിവേൽപ്പിച്ചവർക്കായിരുന്നില്ല. മുറിവുകൾക്കിടയിലും സ്നേഹിച്ചവൻ്റേതായിരുന്നു എന്ന് കാലം തെളിയിച്ചു. കാൽവരി നമ്മെ പഠിപ്പിക്കുന്ന ചില സമുന്നത ആത്മീയ മർമ്മങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ അനീതിയായി ഉപദ്രവിക്കപ്പെടുന്നതിൻ്റെ വേദനയിലാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ മൗനം ബലഹീനതയല്ല, സകലവും ദൈവ കരങ്ങളിൽ സമർപ്പിക്കുന്ന വിശ്വാസ സമീപനമാണ്. അത് തീർച്ചയായും ശ്രേഷ്ഠമാണ്. ഇന്ന് നിങ്ങൾ ശക്തനും വിജയിയുമാണെങ്കിൽ ആ ശക്തി മറ്റുള്ളവരെ തകർക്കാനല്ല, സൗഖ്യമാക്കാനാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഒടുവിൽ ദൈവം നമ്മോട് ചോദിക്കുന്നത് നീ എത്ര പേരെ തോൽപ്പിച്ചു എന്നല്ല, നീ എത്ര പേരെ സ്നേഹത്തിലൂടെ നേടി എന്നായിരിക്കും. അതുകൊണ്ട് മുറിവേൽക്കുന്നവർ ഒരിക്കലും പ്രത്യാശ കൈവെടിയരുത്. ജയിച്ചവർ വിനയത്തിൽ ഉറച്ചു നിൽക്കണം. കാൽവരിയുടെ നിഴലിൽ ഇരുവർക്കും രോഗശാന്തിയുണ്ട്. കാരണം അവിടെ സ്നേഹം വെറുപ്പിനെ ജയിച്ചു, കരുണ ന്യായവിധിയെ അതിജീവിച്ചു, ക്ഷമ മരണത്തെ പോലും പരാജയപ്പെടുത്തി. 70 വട്ടം ക്ഷമിക്കണമെന്നാണ് കർത്താവിൻ്റെ കൽപ്പന. മറ്റൊരാളുടെ ഒരേ തെറ്റിന് വീണ്ടും വീണ്ടും
അംഗീകാരവും അവസരവും നൽകുന്നതല്ല ഈ ദീർഘക്ഷമ. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന വെറുപ്പിൻ്റെ കയ്പിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കലാണ്. ക്ഷമ ഒരു വികാരമല്ല, ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ആരോടെങ്കിലും ക്ഷമിക്കുക എന്നത് അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കലല്ല, മറിച്ച് അവരുടെ പ്രവൃത്തിയുടെ തടവുകാരനായി തുടരാൻ ഞാൻ വിസമ്മതിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ക്ഷമ പൂർണ്ണമാകണമെന്നില്ല. എന്നാൽ ഓരോ തവണയും പ്രതികാരത്തിൻ്റെ കയ്പിനു പകരം കരുണ തിരഞ്ഞെടുക്കുമ്പോൾ ക്ഷമ നമ്മുടെ ഹൃദയത്തിൽ അല്പാൽപമായി വേരുറപ്പിക്കും. ക്രൂശിൽ കർത്താവ് ചെയ്തതും അതുതന്നെയായിരുന്നു. വേദനയെ പ്രാർത്ഥനയാക്കി മാറ്റി. ക്ഷമയുടെ റീവയറിംഗ് മസ്തിഷ്കത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ദുരന്ത സംഭവങ്ങളെ ഒന്നും മറക്കില്ല. എന്നാൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണം വ്യത്യാസപ്പെടും. മുമ്പ് ആ വ്യക്തിയെയോ സംഭവത്തെയോ കുറിച്ച് ഓർക്കുമ്പോൾ കോപവും വേദനയും പ്രതികാര ചിന്തകളും മനസ്സിൽ ഉയർന്നിരുന്നെങ്കിൽ ക്രമേണ കൂടുതൽ സമാധാനവും വ്യക്തതയും കരുണയും മനസ്സിൽ രൂപാന്തരപ്പെട്ടു തുടങ്ങും. നമ്മുടെ മസ്തിഷ്കം ഭീഷണിയായി രേഖപ്പെടുത്തിയ മുറിവിൻ്റെ ഓർമ്മകളെ വൈകാരിക നിഷ്പക്ഷതയോടെ വീണ്ടും വിലയിരുത്താൻ നമ്മൾ പഠിക്കും. ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ മുറിവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുമെങ്കിലും മുറിവിൽ നിന്ന് പ്രതികാര വിഷം ചോർന്നു പോകും. ഒരു കാലത്ത് മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്ന മുറിവേൽപ്പിച്ചവരെ പറ്റിയുള്ള ഓർമ്മ പിന്നീട് ദൈവ കൃപയുടെ സാക്ഷ്യമായി മാറും. അതുകൊണ്ട് ക്ഷമ എന്നത് ഒരു വ്യക്തിയോടുള്ള സമീപനം മാറ്റുന്നത് മാത്രമല്ല, നമ്മുടെ മസ്തിഷ്കത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും സ്വാതന്ത്ര്യത്തിലേക്ക് പുനഃക്രമീകരിക്കുന്ന ഒരു വിശുദ്ധ പ്രക്രിയയാണ്. അപ്പോൾ നാം ഭൂതകാല നിഷേധ ചിന്തകളുടെ തടവുകാരാകാതെ ദൈവകൃപയാൽ സൗഖ്യം പ്രാപിച്ച നിർമ്മല സാക്ഷികളാകും. ഇതാണ് ക്രിസ്ത്യൻ ഹീലിംഗിൻ്റെ വിസ്മയ മർമ്മം. ക്ഷമയ്ക്കും അനുരഞ്ജനത്തിനും സമാധാനത്തിനും നമ്മെ ശക്തിപ്പെടുത്തുന്ന വിസ്മയ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്. വിണ്ടുണങ്ങി വരണ്ട മനസ്സിലേക്ക് സ്നേഹവർഷമായി പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.